നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്നും സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴയുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ കാലാവസ്ഥ അതായത് താപനില മുന്നറിയിപ്പുമുണ്ട്. അത് നമ്മൾ മഴ മുന്നറിയിപ്പാണ് നോക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. അതായത് 11-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, അതായത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ചിലയിടങ്ങളിലെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല വരുന്ന മണിക്കൂറുകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട്. താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന 5 ദിവസവും മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മറ്റിടങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ ശ്രദ്ധിക്കുക. ഈ വർഷത്തെ കാലവർഷം, അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മൾ കാലവർഷം കേരളത്തിൽ കാലാവസ്ഥയിൽ അങ്ങനെ ആയിരിക്കുന്നത്. കേരളത്തിൽ സാധാരണ നിലയിലായിരിക്കുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് അറിയിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ മഴയുടെ അളവ് ശരാശരിയിലും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം ഇത്തവണ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രകടമാകും. അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ തീക്ഷ്ണമായ സൂപ്പർ എൽനിനോ ആയി മാറാൻ ഇത് സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ കാലവർഷത്തിന്റെ 2ാം പകുതിയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയും. രാജ്യത്താകെ മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ആശ്വാസമാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ പ്രതിഭാസമാണ്. നിലവിൽ ഇത് പോസിറ്റീവ് ആകാനാണ് സാധ്യത. അതായത് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ചൂട് കൂടുകയും കിഴക്കൻ മേഖലയിൽ കുറയുകയും ചെയ്യും. ഈ മാറ്റം കാലവർഷത്തിന്റെ തുടക്കത്തിൽ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ മികച്ച മഴ ലഭിക്കാൻ സഹായിക്കും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ മഴയെക്കുറിച്ചുള്ള ആദ്യഘട്ട നിരീക്ഷണമാണിത്. വരും ദിവസങ്ങളിൽ സമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവചനങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക പ്രവചനം ഉടൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.